അപ്പോൾ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ നമ്മുടെ ചാനലിനെ അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ലൈവ് സ്ട്രീമിങ്ങിനെ അല്ലെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിനൊക്കെ ബാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു തരാൻ പോകും. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ലൈഫ് സ്റ്റൈൽ ഓഫ് ഷൈന ഷമീർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനലിൽ സംഭവിച്ചിട്ടുള്ള ഈ ഒരു പ്രശ്നം ഒരു കാരണവശാലും ഇനി വരാൻ പോകുന്ന ക്രിയേറ്റേഴ്സിൻ്റെയും അതേപോലെ തന്നെ നിലവിലുള്ള ക്രിയേറ്റേഴ്സിൻ്റെ ചാനലിനെ ഒന്നും ബാധിക്കാണ്ടിരിക്കാൻ നിങ്ങൾ തീർച്ചയായും ഈ ഒരു വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ലൈവൊക്കെ ചെയ്യുന്ന സമയത്താണ് ഞാൻ എൻ്റെ ചാനലിൻ്റെ ഒരു ഗ്രോത്ത് ഭയങ്കര ഡിമിനിഷിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ അറിയാമായിരുന്നു, നമുക്ക് മുന്നേ ഒക്കെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ചാനലിൽ വ്യൂസ് എന്ന് പറയുന്നത് എബൌട്ട് 2K അല്ലെങ്കിൽ 3.5K 4K 5.5K 10K 11K 12K ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു എനിക്ക് വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നല്ല ആക്റ്റീവ് ലൈവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 ദിവസങ്ങളിലായിട്ട് ഞാൻ ലൈവൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയം ഭയങ്കര വ്യൂസ് കുറവ്, അതേപോലെ തന്നെ ഒരു 4-5 പേര് അല്ലെങ്കിൽ 5-6 പേര് മാത്രമേ ലൈവിൽ ഉണ്ടാവുള്ളൂ. സോ ഞാൻ ലൈവ് വൈൻഡപ്പ് ചെയ്യാണ് ചെയ്യുക. കാരണം ഞാനത് അത്ര നേരം അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകാറില്ല. ഭയങ്കരമായിട്ട് എന്താ പറയുക, വ്യൂസും കുറഞ്ഞു, അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഡള്ളായി പോയിരുന്നു ലൈവ് സ്ട്രീമിങ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിച്ചു. ഞാൻ ഒരുപാട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി, അതേപോലെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിവുള്ളവരുടെ അടുത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. അതിൽ നിന്നെല്ലാം എനിക്കൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങളും കൂടെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെ കാര്യങ്ങളാണെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പം ഞാൻ ആദ്യമൊക്കെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം 2-3 മാസം കറക്റ്റ് പങ്ക്ച്വലായിട്ട് ഞാൻ 2 നേരം ലൈവൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റായി അടിപൊളിയായിട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ലൈവിലൂടെ മാത്രമാണ് എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ഞാൻ പബ്ലിക് ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്, ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. പ്ലസ് ഞാൻ ലൈവിൽ ഒന്നുകൂടെ അങ്ങോട്ട് ബെറ്ററായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും മോണിയാക്കി എടുക്കണം, ഒരു 365 ഡേയ്സിൻ്റെ ഉള്ളിൽ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യം എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു. സോ ഞാനതൊരു 2-3 മാസം കൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ ലൈവ് ഒന്ന് സ്കിപ്പ് ചെയ്ത് നിന്നത് റമദാനിൽ ആ ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മാസം ഞാൻ അങ്ങനെ കാര്യമായിട്ട് ലൈവ് ഒന്നും ഇട്ടില്ല. അതിനുശേഷം ഞാൻ ലൈവ് ഇട്ടപ്പോഴും ആദ്യത്തെ 1-2 ദിവസം യൂട്യൂബിലെ റെക്കമെൻഡേഷനൊക്കെ കുറവായിരുന്നു. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി പെട്ടെന്ന് അങ്ങോട്ട് നിർത്തി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു റെക്കമെൻഡേഷനൊന്നും പോവില്ല. സോ അതും 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് റിക്കവറായി വന്നു. എനിക്ക് ലൈവിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. പക്ഷേ ഇപ്പോൾ ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് യൂട്യൂബിൽ ഷോർട്സിൽ എനിക്കൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി അത് യൂട്യൂബ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് പോലും ഞാനത് എൻ്റെ ചാനലിൽ നിന്ന് പെർമനൻ്റ് ആയിട്ട് ഞാനേ ഡിലീറ്റ് ചെയ്ത് കളയാനുണ്ടായിട്ടോ. അപ്പോൾ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ നമ്മുടെ ചാനലിനെ അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ലൈവ് സ്ട്രീമിങ്ങിനെ അല്ലെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിനൊക്കെ ബാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു തരാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ലൈവൊക്കെ ചെയ്യുന്ന സമയം എനിക്കൊരു ഇനീഷ്യൽ പുഷ് കിട്ടുന്നില്ല, അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ റീച്ച് കുറവായിരിക്കും, അതേപോലെ തന്നെ നമുക്ക് ഓഡിയൻസ് റിട്ടൻഷൻ ഭയങ്കര വീക്കായിരിക്കും. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് യൂട്യൂബ് ട്രസ്റ്റ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ സ്ട്രൈക്ക് കിട്ടിയ ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളതിൻ്റെ ചാനൽ ഓൾഗരിതം ആക്ടിവിറ്റി അത് കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടായിരിക്കും യൂട്യൂബ് കാണിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ലൈവൊക്കെ നടത്തുന്ന സമയം നോട്ടിഫിക്കേഷൻ റീച്ച് വളരെ കുറവായിരിക്കും കേട്ടോ. ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു എൻ്റെ ചാനലിൽ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലൈവ് ചെയ്യുന്ന സമയം യൂട്യൂബ് ഓൾഗരിതം എൻ്റെ ചാനലിന് എന്താ പറയുക, പെട്ടെന്ന് നല്ല രീതിക്ക് റെക്കമെൻഡേഷൻസ് കൊടുക്കില്ല. ആദ്യം ജസ്റ്റ് കുറച്ച് ആളുകൾക്ക് ഒന്ന് നോട്ടിഫിക്കേഷൻ കൊടുത്തു നോക്കും, എന്നിട്ട് അവരുടെ റെസ്പോൺസ് നോക്കും. നല്ല എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പുഷ് ചെയ്യും. അങ്ങനെയാണ് എന്താ പറയുക, യൂട്യൂബിൻ്റെ ഓൾഗരിതം ചേഞ്ച് ആയി വരുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിലീറ്റ് ചെയ്ത വീഡിയോ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ചാനലിൽ സ്ട്രൈക്ക് വന്ന സമയം അത് ഓൾറെഡി യൂട്യൂബ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാൽ കൂടി ഞാനും കൂടെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്ത ആ ഒരു വീഡിയോയ്ക്ക് വ്യൂസും റിട്ടൻഷനൊക്കെ ഉള്ള ഒരു വീഡിയോ ആണെങ്കിൽ കൂടി ചാനൽ മൊമെൻറ്റം കുറയും.
അതായത് ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ പോകുന്ന റെക്കമെൻഡേഷൻസിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് വളരെ അങ്ങോട്ട് സ്ലോ ആയി പോകും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു റീസൺ. പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസൺ എൻഗേജ്മെൻറ്റ് ഡ്രോപ്പ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ലൈവൊക്കെ ചെയ്യുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യത്തെ സമയങ്ങളിൽ ഉണ്ടാകുന്ന വ്യൂസ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് അത് അധികം റെക്കമെൻഡേഷൻസ് ഒന്നും കൊടുക്കാണ്ട് പോകും. അതായത് വേറെ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല, നോട്ടിഫിക്കേഷൻ ഒന്നും പോവില്ല. അതായത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CTR കുറവായിരിക്കും, അതേപോലെ തന്നെ വാച്ച് ടൈം കുറവായിരിക്കും, പിന്നെ ബേസിക്കായിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ വ്യൂവേഴ്സും ഡ്രോപ്പായി പോയിട്ടുണ്ടാവും. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ചേഞ്ച് ആണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് ലൈവിൽ വ്യൂസ് കാര്യങ്ങളൊക്കെ കുറയുമ്പോൾ നമ്മൾ തമ്പനയിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കും, അതേപോലെ തന്നെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ ചേഞ്ച് ചെയ്ത് നോക്കും. ഇനിയിപ്പോൾ തമ്പനയിൽ മാറ്റിയാലും ടൈം മാറ്റിയാലും അതേപോലെ ഏത് സമയം എന്ത് ചേഞ്ച് വരുത്തിയാൽ കൂടിയും യൂട്യൂബ് കൊടുക്കുന്ന റെക്കമെൻഡേഷൻസ് അത് കുറവ് തന്നെയായിരിക്കും. കാരണം ഓൾറെഡി സ്ട്രൈക്ക് വന്നതുകൊണ്ടാണ് നമ്മുടെ ചാനലിന് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരിക കേട്ടോ. പിന്നെ അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസ് ഓവർലാപ്പ് ഇഷ്യൂ ആണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ലൈവിൽ വ്യൂസ് ഇല്ല, പക്ഷെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഷോർട്സിന് നല്ല വ്യൂസ് ഉണ്ട്, അത് കാണാനുള്ള ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ ഷോർട്സിൽ വരുന്ന ഓഡിയൻസ് നമുക്ക് ലൈവിലും കിട്ടിക്കൊള്ളണം എന്നില്ല. പിന്നെ ആറാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ഓൾഗരിതം കൂൾ ഡൗൺ. അതായത് ചില ചാനൽസിന് പോളിസി ഇഷ്യൂ, ഡിലീറ്റ് അല്ലെങ്കിൽ സ്പാം ലൈക്ക് ആക്ടിവിറ്റി അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് എന്താ പറയുക, യൂട്യൂബിലെ റെക്കമെൻഡേഷൻസ് 1-2 ആഴ്ചയൊക്കെ നല്ല വീക്കായിരിക്കും, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് ശേഷം അത് നോർമലായിട്ടും വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ എൻ്റെ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലൈവൊക്കെ ചെയ്യുന്ന സമയം എനിക്ക് വ്യൂസ് 2.5K അല്ലെങ്കിൽ 4.5K, 5.5K അങ്ങനെ 10K, 13K വരെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ റീസെൻ്റ്ലി 2 ദിവസങ്ങളിലായിട്ട് എൻ്റെ വ്യൂസ് എന്ന് പറയുന്നതിന് 40 to 100ൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്ക് വന്ന ചാനലുകളായതുകൊണ്ട് പെട്ടെന്ന് യൂട്യൂബ് അങ്ങോട്ട് റെക്കമെൻഡേഷൻസ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. അതിൻ്റെ റീസൺ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത് പോകെ പോകെ നമ്മുടെ ചാനലിൽ സെറ്റ് ആവും. ഇനി നമ്മൾ അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ലൈവിൽ വ്യൂസ് കുറഞ്ഞു അല്ലെങ്കിൽ സ്ട്രൈക്ക് കൊണ്ട് വ്യൂസ് പോയി, അത് നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം, ആ ഒരു ഇഷ്യൂ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം എന്നുള്ള ടിപ്സാണ് ഇനി പറയാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ലൈവൊക്കെ ചെയ്യുന്ന സമയം നമ്മൾ അതിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ തമ്പനെയിലൊക്കെ നല്ല സ്ട്രോങ് ആൻഡ് പെർഫെക്റ്റ് ആൻഡ് അട്രാക്റ്റീവ് ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ലൈവ് ഇടുന്നതിന് മുന്നേ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇടുക, ലൈവ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഓഡിയൻസിനെ അറിയിച്ചുകൊണ്ടൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്ത ഒരു 2 to 3 മിനിറ്റ്സോളം ഭയങ്കര എനർജിയിൽ സംസാരിക്കുക, അട്രാക്റ്റീവായിട്ട് വ്യൂവേഴ്സിനെ ഇംപ്രസ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക, ലൈവ് കുറച്ചുകൂടെ എനർജറ്റിക് ആക്കുക. പിന്നെ എന്താ പറയുക, നമ്മൾ ലൈവിൽ നമ്മൾ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാണ്ട് റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ എടുത്ത് സംസാരിക്കുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 1 or 2 വീക്ക് ലൈവ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ലൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ലൈവ് പഴയതുപോലെ നമ്മൾ വ്യൂസ് ഉള്ള സമയം പോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ചാനലിലും ഇതുപോലെ സ്ട്രൈക്ക് കിട്ടിയിട്ട് ലൈവിലും അല്ലെങ്കിൽ ലോങ് വീഡിയോസോ അല്ലെങ്കിൽ ഷോർട്സിലോ എന്തിലോ ആയിക്കോട്ടെ വ്യൂസ് കുറവാണ് അല്ലെങ്കിൽ എന്താണ് എൻ്റെ ചാനലിനെ പറ്റി എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്നവരുടെ അടുത്ത് ഒന്നാ പറയാനുള്ളൂ, ഇതും താൽക്കാലികമാണ്. യൂട്യൂബിൽ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി അവർ നമുക്ക് തരുന്ന റെക്കമെൻഡേഷൻസ് ഒക്കെ കുറയ്ക്കും. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. അപ്പം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ചാനലിനെ നമുക്ക് ഇനിയും ഗ്രോ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, ലൈവ് ചെയ്യുക, ഷോർട്സ് ചെയ്യുക. അപ്പോൾ വ്യൂസ് കുറവാണ് അല്ലെങ്കിൽ പണ്ടത്തെ പോലെ എനിക്ക് വ്യൂസ് ഇല്ല, ഇപ്പോൾ വ്യൂസ് കുറവാണ് എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട. സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ചാനൽസിന് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ നേരിടേണ്ടി വരും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷനേ അടിക്കണ്ട. ഇനിയും തുടർന്ന് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, ഷോർട്സ് അപ്ലോഡ് ചെയ്യുക, ലൈവ് ചെയ്യുക, എല്ലാം കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോവുക. നമ്മുടെ ചാനലൊക്കെ നല്ല രീതിക്ക് ഗ്രോത്ത് ഉണ്ടാവട്ടെ. അതേപോലെ തന്നെ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ കോപ്പിറൈറ്റ് കണ്ടൻറ്റ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന മ്യൂസിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും തീം അതിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ക്ലെയിമോ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന്
മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു വീഡിയോ പെട്ടെന്ന് ചാടി കയറി അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാതിരിക്കുക. എനിക്ക് പറ്റിയത് അതാണ്. കാരണം ഞാൻ വിചാരിക്കാത്തൊരു വീഡിയോയ്ക്കാണ് എനിക്ക് സ്ട്രൈക്ക് വന്നത്. സോ അതിനെക്കുറിച്ച് കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ഓരോരോ വീഡിയോസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ കെയർഫുള്ളായിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ.